കുംഭമേളയിൽ സ്നാനം നടത്തി ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. സനാതന സംസ്കാരത്തിന്റെ പുണ്യം നുകരാൻ പ്രയാഗ്രാജിലെത്തിയ ശോഭാ സുരേന്ദ്രൻ കുംഭമേളയിലെ സ്നാനം വേറിട്ട അനുഭവമായി എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ജോൺ ബ്രിട്ടാസിനുള്ള മറുപടി കൂടിയാണിത്. ഇന്ത്യ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുകയാണ് എന്ന് അപമാനിച്ച ബ്രിട്ടാസിന് അന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ നല്ല മറുപടി കൊടുത്തിരുന്നു. സനാതന സംസ്കൃതിയെ സ്നേഹിച്ചവർ എല്ലാവരും കുംഭമേളയെ അങ്ങേയറ്റം ആദരിച്ചിട്ടുള്ളതാണ് എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ. മഹാത്മാഗാന്ധി കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. കുംഭമേളയ്ക്ക് പോയ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം അവിടെ നിന്നുള്ള ഒരു പിടി മണ്ണ് വാരി തല മുതൽ പാദം വരെ പുരട്ടിയെന്ന് വിവേകാനന്ദ സാഹിത്യ സർവസ്വം പഠിച്ച ആർക്കാണ് അറിയാത്തത്? ആ കുംഭമേളയെയാണ് ജോൺ ബ്രിട്ടാസ് അധിക്ഷേപിച്ചത് എന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഇരുന്നാണ് ബ്രിട്ടാസ് ഇത് പറഞ്ഞത് എങ്കിൽ എന്താകുമായിരുന്നു ബ്രിട്ടാസിന്റെ അനുഭവമെന്ന് താൻ പറയേണ്ട കാര്യമില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ക്രിസ്ത്യൻ മതസമൂഹങ്ങളിലുള്ളവർക്ക് പ്രാർത്ഥന നടത്താൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ മുസ്ലിങ്ങൾക്ക് മക്കയിൽ പോയി പ്രാർത്ഥിക്കാനും ഭാരതത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് കുംഭമേളയിൽ പങ്കെടുക്കാനും ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം കുംഭമേളയിലെത്തി വളരെ മനോഹരമായ ഒരു പുണ്യസ്നാനം നടത്തിയതിലൂടെ താൻ ഒരു കറയറ്റ സനാതനിയാണ് എന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ തെളിയിച്ചിരിക്കുകയാണ്. എപ്പോഴും സനാതന സംസ്കാരത്തെ അല്ലെങ്കിൽ ഹിന്ദുവിനെ ഒക്കെ മോശപ്പെടുത്തുന്ന എന്തു പറഞ്ഞാലും ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രതികരിക്കാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹിന്ദുവിനൊപ്പം മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ശോഭാ സുരേന്ദ്രൻ എന്നതാണ്. എല്ലാ മതസ്ഥരോടൊപ്പവും എല്ലാവരുടെയും വികാരങ്ങൾ മാനിച്ചു നിൽക്കുന്ന നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശോഭാ സുരേന്ദ്രൻ എന്നത് തന്നെയാണ്. അവർ നിന്ന ഇടങ്ങളിലെല്ലാം, നിന്ന മണ്ഡലങ്ങളിലെല്ലാം മറ്റുള്ളവരെക്കാളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ അവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും അവിടുത്തെ ജനങ്ങളുടെ വോട്ടുമൊക്കെ നേടാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ കേരളം പ്രതീക്ഷിക്കുന്ന ഒരു നല്ല ഒരു ബി.ജെ.പി. അധ്യക്ഷയായി ശോഭാ സുരേന്ദ്രന്റെ പേരാണ് പലരും സജസ്റ്റ് ചെയ്തിരുന്നത്. പലപ്പോഴും കർമ്മ ന്യൂസ് തന്നെ ശോഭാ സുരേന്ദ്രന്റെ ആ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ നേതൃസ്ഥാനത്തേക്ക് വരണം എന്ന് കർമ്മയുടെ ഒരു സർവേയിൽ എല്ലാവരും, കർമ്മയുടെ പ്രേക്ഷകർ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹമാണ് ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി തന്നെയാണ് കേരളത്തിന്റെ ബി.ജെ.പി. ഘടകത്തെ നയിക്കാൻ ഏറ്റവും പ്രാപ്തിയായ വ്യക്തി എന്നത് ഇതിനോടകം തെളിയിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു പുണ്യസ്നാനത്തിന് ശേഷം മടങ്ങി നാട്ടിലേക്ക് വരുമ്പോൾ, കേരളത്തിലേക്ക് എത്തുമ്പോൾ ശോഭാ സുരേന്ദ്രനെ ആ സ്ഥാനം കാത്തിരിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ സ്ഥാനത്ത് മറ്റാരേക്കാളും ഏറ്റവും നന്നായി ശോഭിക്കാൻ പ്രാപ്തിയുള്ള ഏറ്റവും നല്ല ഒരു നാരീരത്നം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. എന്തായാലും എവിടെ ഏത് മതത്തിനെതിരെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ഒരു നീതിയില്ലാതെ എന്ത് സംസാരിച്ചാലും അവിടെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലേക്ക് കേരള ബി.ജെ.പി. ഘടകം എത്തുന്നത് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. കാരണം ശോഭാ സുരേന്ദ്രൻ എവിടെ ഇലക്ഷന് നിന്നാലും, എവിടെ തിരഞ്ഞെടുപ്പിന് നിന്നാലും അവിടെ ഒരു വലിയ ഒരു സ്ത്രീ സമൂഹത്തിന്റെ ഒരു ആരാധനാപാത്രമായി ശോഭാ സുരേന്ദ്രൻ മാറാറുണ്ട്. അത്രമാത്രം മനോഹരമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ ജനങ്ങളുമായി സംവദിക്കുന്നതും ജനങ്ങളോട് ഇടപഴകുന്നതും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കേരളത്തിന്റെ ബി.ജെ.പി. ഘടകത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുന്ന നാളുകൾ വിദൂരമല്ല എന്ന്. മഹാകുംഭമേള അവസാനിക്കാൻ 2 ആഴ്ച കൂടിയിരിക്കെ ഇതുവരെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയത് 45 കോടി ഭക്തർ. ഉത്തർപ്രദേശ് സർക്കാരാണ് ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തുവിട്ടത്. മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി 26 പ്രധാന സ്നാനത്തോടെ കുംഭമേള സമാപിക്കും. ആകെ 55 കോടി ഭക്തർ ചടങ്ങിന് എത്തുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മകരസംക്രാന്തി, മൗനി അമാവാസി, ബസന്ത് പഞ്ചമി എന്നീ വിശേഷാൽ ദിനങ്ങളിൽ കോടിക്കണക്കിന് പേരാണ് കുളിച്ചത്. മൗനി അമാവാസി ദിനത്തിലാണ് കൂടുതൽ ഭക്തർ എത്തിയത്. ചൊവ്വാഴ്ച മാത്രം രാവിലെ 10 മണി വരെയുള്ള കണക്കനുസരിച്ച് 74.96 ലക്ഷം പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.